മാതൃരാജ്യത്തെ കുറിച്ച് ചിന്തിക്കുവാനോ മാതൃരാജ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ മാതൃരാജ്യത്തിൽ തുടരുവാനോ ആഗ്രഹമില്ലാതെ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുവാനുള്ള ഒരു താല്പര്യമാണ് നമ്മുടെ യുവതലമുറയ്ക്ക് ഇന്ന്. മാതാപിതാക്കളും ഒരു പരിധി വരെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടിയ ശമ്പളവും ജീവിത സൗകര്യങ്ങളും ഒക്കെ വിദേശ രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്യും. എന്തുകൊണ്ടാണ് ഈ സംഭവം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഭരണകൂടത്തിന്റെ ഭാഗത്തുള്ള പിഴവുകളാണ്. ഒന്ന്, നല്ല കാര്യങ്ങളുള്ള നല്ല ബുദ്ധിയും വിവേകവും കാര്യപ്രാപ്തിയുമുള്ള കുട്ടിക്ക് അവളോ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അർഹിക്കുന്ന വിധത്തിലുള്ള തൊഴിലോ മറ്റ് അംഗീകാരമോ സമൂഹത്തിൽ കിട്ടാതെ വരുമ്പോൾ അവർ ഇവിടുന്ന് സ്ഥലം കാലിയാക്കുവാനായിട്ട് ആഗ്രഹിക്കും. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, നമ്മുടെ നാട്ടിലുള്ള വലിയ മത്സര പരീക്ഷകൾ. ഈ മത്സര പരീക്ഷകളെ അതിജീവിക്കുവാനുള്ള ആത്മവിശ്വാസമില്ലായ്മയാണ്. നമുക്കറിയാം, നമ്മുടെ നീറ്റ് എക്സാമിനേഷൻ ഇപ്പൊ നടന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ ഏകദേശം 1.5 ലക്ഷത്തോളം കുട്ടികൾ പങ്കെടുത്തു. ആ പരീക്ഷയിലെ ക്രമക്കേടുകൾ വ്യാപകമായിട്ട് നടന്നു. അതിനെതിരെ അന്വേഷണം കാര്യങ്ങൾ നടക്കുന്നു. ഈ 1.5 ലക്ഷം വരുന്ന കുട്ടികൾ കേരളത്തിൽ നിന്ന് മാത്രം പരീക്ഷ എഴുതുകയാണ്. ആ കുട്ടികൾ കൂടി വന്നാൽ 3000 പേർക്കാണ് അഡ്മിഷൻ കിട്ടുക. ബാക്കി വരുന്ന കുട്ടികൾ എവിടെ പോകും? ആ പരീക്ഷയിൽ നിന്ന് അവർ പിന്തള്ളപ്പെട്ടു പോവുകയാണ്. ഇങ്ങനെ കടുത്ത മത്സര പരീക്ഷകളെ അതിജീവിച്ചാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഉയർന്ന ഉദ്യോഗം കിട്ടത്തുള്ളൂ എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതോടൊപ്പം തന്നെ ഭരണകൂടത്തിന്റെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വരുന്ന വീഴ്ചകൾ, ഇതും നമ്മുടെ കുഞ്ഞുങ്ങളെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റിവിടുന്നതിനുള്ള കാരണമായി തീരുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളം വളരെ വർഷങ്ങളൊന്നും വേണ്ട അതിനു മുമ്പ് തന്നെ വൃദ്ധന്മാരുടെ ഒരു സംസ്ഥാനമായിട്ട് മാറും. ഞാൻ ചാലശ്ശേരി ഏരിയയില് ഏകദേശം 200ഓളം വീടുകൾ ഞാനും കുറെ ടീച്ചർമാരും കൂടി ഞങ്ങൾക്ക് കുറച്ച് അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാഴ്ച സമയം ഞങ്ങൾ കയറി ഇറങ്ങിയപ്പോൾ പല വീട്ടിൽ നമ്മൾ ചെന്ന് വിളിക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് 80-85 വയസ്സായ അപ്പനും അമ്മയും മാത്രമേ ഇറങ്ങി വരികയും നിങ്ങൾ കുട്ടികളെ അയക്കാനൊക്കെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, പക്ഷെ അവിടെ കുഞ്ഞുങ്ങളില്ല, ഞങ്ങളുടെ മക്കളെല്ലാം വിദേശത്താണെന്ന് പറയും പല വീടുകളിൽ നിന്ന് പറയുകയുണ്ട്. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം നാം അഭിമുഖിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് പരാമയായിട്ടാണ് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം, അതിന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ പോളിസി സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ 2 കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട് ഊന്നൽ നൽകിയിരിക്കുന്നത്. അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും ആ കാര്യത്തെ കുറിച്ചുള്ള കൺസെപ്റ്റോട് കൂടി പഠിക്കണം. കുട്ടികളോട് പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് കുട്ടികളുടെ മുമ്പിൽ ഉണ്ട്. ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും അതിന്റെ ആശയ രൂപീകരണത്തോട് കൂടി വേണം പഠിക്കാൻ. അതുകൊണ്ടാണ് അവിടെ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞത് കൺസെപ്ച്വൽ ലേണിംഗ് വേണം. കൺസെപ്ച്വൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആശയ രൂപീകരണം. എന്ത് കാര്യത്തെ കുറിച്ച് പഠിക്കുമ്പോഴും അതിനെ കുറിച്ചുള്ള ആശയം നിങ്ങളുടെ മനസ്സിൽ രൂപീകരിച്ചതിന് ശേഷം വേണം പഠിക്കുവാനായിട്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മത്സര പരീക്ഷകളെ അതിജീവിക്കുവാനായിട്ട് കഴിയുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് അവർ പറഞ്ഞത് അധ്യാപകരോട് തന്നെയാണ്. അധ്യാപകരോട് സമൂഹത്തോട് പറയുകയാണ് ഇൻക്ലൂസീവ് ലേണിംഗ് എന്നാ പറഞ്ഞത്. ഇൻക്ലൂസീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പാർലമെന്റ് പാസാക്കിയ നിയമം അനുസരിച്ച് 14 വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധ വിദ്യാഭ്യാസം നൽകിയിരിക്കണം. അത് സ്റ്റേറ്റിന്റെ കടമയാണ്. അപ്പൊ ഈ 14 വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകണം എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ നന്നായി പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ആവറേജ് പഠിക്കുന്ന കുട്ടികളുണ്ടായി, ഒന്നും പഠിക്കില്ലാത്ത കുട്ടികളുണ്ടാവും. ഈ എല്ലാവിധ കുട്ടികൾക്കും മനസ്സിലാകാവുന്ന ഭാഷയിലും രീതിയിലുമായിട്ട് അധ്യാപകർ ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ള നിർദ്ദേശമാണ് അധ്യാപകർ കൊടുത്തിരിക്കുന്നത്. ഒന്നും പഠിക്കാൻ നമ്മൾ അധ്യാപകർ പറയും ആ കുട്ടി ഒന്നും പഠിക്കില്ല, അവനെ പഠിപ്പിക്കാൻ കഴിയില്ല. മറ്റേ കുട്ടി നന്നായിട്ട് പഠിക്കും, അവനെ തന്നെ ഉൾപ്പെട്ടില്ല, അവൻ ഉമ്മ പഠിച്ചോളൂ എന്ന് അധ്യാപകർ പറയാറുണ്ട്. ഏതൊരു വിഭാഗം കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്ത് അധ്യാപകർ പഠിപ്പിക്കുന്ന രീതിയിലുണ്ട്. അത് പറ്റില്ല. എല്ലാവിധ കുട്ടികളെയും പഠിക്കുന്ന വിധത്തിലുള്ള കരിക്കുലമാണ് നമ്മൾ ഫോം ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി വിദ്യാർത്ഥികളെ കുറിച്ച്, ഇവിടെ യുവജന സംഘവുമാണെന്നാണ് സാർ പറഞ്ഞത്.
ഇന്ന് കുട്ടികൾ നേരിടുന്ന മറ്റു പല പ്രശ്നങ്ങൾ നമുക്കറിയാം. ഒന്ന്, മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. വേറൊന്ന്, സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമുണ്ട്. കുട്ടികൾ വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. അധ്യാപകരുടെ ഒരു കാര്യം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുവാനുള്ള പേഷ്യൻസ് അത് കുട്ടികൾക്ക് ഇല്ല. കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല, ക്ലാസ്സുകളൊന്നും കുട്ടികൾ ശ്രദ്ധിക്കാൻ താല്പര്യമില്ല. അവരുടെ മനസ്സ് മുഴുവൻ സോഷ്യൽ മീഡിയയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അപ്പോ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കുട്ടികൾ വിട്ടുനിൽക്കണം എന്നുള്ള അഭിപ്രായമാണ്. ഇപ്പോ പല രാജ്യങ്ങളിലും 16 വയസ്സ് വരുന്ന കുട്ടികൾക്ക്, ഓസ്ട്രേലിയ പോലത്തെ രാജ്യങ്ങൾ വളരെ വികസിത രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളിൽ പോലും 16 വയസ്സുള്ള കുട്ടികൾക്ക് 16 വയസ്സ് വരെ സോഷ്യൽ മീഡിയ ബാൻഡാണ്, അവർ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിയമം ഗവൺമെന്റ് തന്നെ കൊണ്ടുവരികയാണ്. പല യൂറോപ്യൻ രാജ്യങ്ങളും കൊണ്ടുവരികയാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ നിയമങ്ങളൊന്നുമില്ല. അതുകൊണ്ട് 3-4 വയസ്സായ കുട്ടികൾ വരെ സോഷ്യൽ മീഡിയ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആണ്. അത് ഉപയോഗിച്ചു തുടങ്ങുന്നു. അവരുടെ പഠനത്തിനുള്ള അവരുടെ സ്വാതന്ത്ര്യം കുറയുന്നു. ഇപ്പൊ മാതാപിതാക്കളായാലും കുട്ടികളുടെ മൊബൈൽ ഫോൺ വളരെ ഉപയോഗം റെസ്ട്രിക്ട് ചെയ്യണം. അവർക്ക് ഒരു കാരണവശാലും മൊബൈൽ ഫോൺ വാങ്ങിച്ചു നൽകരുത്. നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അവിടെ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് പഠനത്തിലേക്ക് ശ്രദ്ധ ഉണ്ടാവൂ. പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മയക്കുമരുന്നിന്റെ. ഇപ്പൊ നമുക്കറിയാം, ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ പദ്ധതി തുടക്കമിട്ടിരിക്കുകയാണ്. സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ഒക്കെ ഈ മയക്കുമരുന്നും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റിക്കളയുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ക്രിസ്ത്യൻ ബിലീഫില് നിങ്ങൾക്കറിയാം, നമ്മൾ ക്രിസ്ത്യാനികളായിട്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രയറും നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ നമുക്ക് ലഭിക്കണം എന്നുള്ളതായിരിക്കും എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും. ഞാൻ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ ആരൊക്കെയാണ് നമുക്കറിയാം, ഈ ലോകത്ത് 40,000-ഓളം ക്രിസ്തീയ സഭകളുണ്ട്. ക്രിസ്തീയ സഭകൾ ഏതുമായിക്കോട്ടെ, ഏത് സഭകൾ നമ്മൾ വിശ്വസിച്ചാലും എങ്ങനെയൊക്കെ ആയാലും നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും കാതലായിട്ട് വരുന്നത് ക്രിസ്തുവിന്റെ